കോപ്പ് വിഷമാവും രേണുസുതിക്ക്. ഈ ചെറ്റകളും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ ആ കുട്ടിയും പൂക്കുട്ടിയും ഒക്കെ പച്ചയ്ക്ക് തെറി വിളിക്കുമാര് വീട്ടിൽ നിൽക്കുക. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്റെ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. എന്താണ് ഇവര് ഞാൻ ഇഷ്ടമുള്ളത് ജീവിക്കും എന്ന് കരുതി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കാനുള്ള അവകാശമില്ല. എനിക്കും എന്റെ കിച്ചുമോനും മാത്രമേ അതുള്ളൂ. ഇപ്പൊ രേണു പറയാൻ കേട്ടോ, മക്കളെ, മരുമക്കളെ, പേരക്കുട്ടികളെ, നിങ്ങളുടെ അമ്മാവന്മാരുടെ അപ്പൂപ്പന്റെ എന്താണ് അമ്മായച്ചന്റെ ഫോണൊക്കെ എടുത്ത് നോക്കുക. എന്തായാലും കഷ്ടപ്പെട്ട് ലൈവിൽ വന്നിരിക്കുമ്പോ കുറെ എണ്ണങ്ങൾ ഹായ് ഹായ് എന്ന്, നിങ്ങൾക്കൊക്കെ ഹായ് തരാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഹായ് രേണു എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ രേണു ആരും മെന്റ് ചെയ്യാൻ എല്ലാവർക്കും ഹായ് എന്തായാലും ഹായ് പറഞ്ഞല്ലേ ഇരിക്കട്ടെ. എല്ലാവർക്കും ഒരു ഹായ്. പ്രായപൂർത്തി കഴിഞ്ഞ് ഷഷ്ടിപൂർത്തി ആയവരൊക്കെ ആയിരിക്കും അവര് ഫോണൊക്കെ എടുത്ത് നോക്കണെന്തിനാ? കിച്ചുവിന്റെ ആ ഒരു ലൈവ് കഴിഞ്ഞ ശേഷമാണോ അമ്മയും കൂടി ലൈവ് വന്നേ? ലൈവിലൂടെ പറയുകയാണോ ഞാൻ കമന്റ് വായിക്കുന്നുണ്ടാ എന്നുള്ളൊരു കിച്ചുവിനുള്ള മറുപടി ആണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടക്കം കണ്ട പോലെ രേണുസുതിയുടെ ഒരു വീഡിയോ ആണ്. രേണുസുതി തന്റെ പച്ചത്തെറി പറയുന്ന കമന്റോളികൾക്ക് അതിലും വലിയ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് രേണുസുതി ലൈവിൽ ഇന്നലെ വന്നിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ആള് ഹെയർ എക്സ്റ്റൻഷൻ ഒന്ന് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സർവീസിന് കൊടുക്കല്ല, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ കയറിയിട്ടുണ്ടായിരുന്നു. എക്സ്റ്റൻഷൻ വെച്ചേക്കല്ലേ, അപ്പോൾ അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി പോയിരുന്ന സമയത്താണ് ഈ സംഭവം ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1-2 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരും. ഒരു ഹെയർ വാഷ് ചെയ്ത് ഇത് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് അത് അഴിക്കണം. ആദ്യം അഴിച്ചിട്ട് ഹെയറൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വീണ്ടും അത് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂറിൽ കൂടുതൽ വേണം. ആ സമയം വെറുതെ ഇരിക്കല്ലേ, എന്നാൽ പിന്നെ ഒന്ന് ലൈവ് പോവാം. ലൈവ് പോയിട്ട് നാട്ടുകാരെ മൊത്തം പച്ചത്തേറി പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് നാളത്തേക്കുള്ളതിന്റെ കണ്ടന്റ് ആവും. പിന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓടുകയും ചെയ്യും എന്നുള്ള കാഞ്ഞ ബുദ്ധിയാണ് കേട്ടോ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. സലൂണിൽ പോയിക്കാണ്, അവിടെ പോയിട്ട് ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ സെറ്റ് ആക്കുന്നു. ആ സമയത്ത് ലൈവ് വന്നിട്ട് ഒരു റീസൺ അല്ലെന്നേ, പുള്ളിക്കാരി ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോ, തുറക്കാറില്ലെന്ന് പറയുന്നു, തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് കുറെ നെഗറ്റീവ് കമന്റ്, ആദ്യമായിട്ടാണല്ലോ നെഗറ്റീവ് കമന്റ് വരുന്നത്. അപ്പൊ പേടിയുണ്ടാവും, അപ്പൊ ടെൻഷൻ ഉണ്ടാവും, അപ്പൊ ദേഷ്യമൊക്കെ വരും. അങ്ങനെ ദേഷ്യം വന്നു, ഹോർമോൺ ചേഞ്ച് ആയി, ആള് ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ട് ഇപ്പൊ ലൈവ് വന്നിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ കണ്ടത്. ബാക്കി നമുക്ക് കേൾക്കാം. കോപ്പ് വിഷമാവും രേണുസുതിക്ക്. രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി, നീയൊക്കെ എന്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുവോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല ഒന്നാന്തരം ധൈര്യമുള്ള പെണ്ണായോണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ കേട്ടതിന്റെ ആ കാര്യത്തില് ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കണ്ടോ. രേണുസുതിയെ സംബന്ധിച്ച് ഭയങ്കര ധൈര്യമുള്ള ഒരു ലേഡിയാണ്. ആ ധൈര്യം ജീവിതാനുഭവം കൊണ്ട് വരുന്നതായിരിക്കും. ഇതുണ്ടല്ലോ അല്പം കൂടിപ്പോയി എന്നാണ്. ഒരു കണ്ടന്റ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടന്റ് വേണമല്ലോ. കാരണം ഇപ്പൊ ഈ കണ്ടന്റ് മുഴുവൻ കുറച്ച് ദിവസമായിട്ട് ഷിംജിത കൊണ്ടുപോയില്ലേ. ഷിംജിതയുടെ പിറകിലാണ് എല്ലാവരും. എനിക്ക് കണ്ടന്റ് ഇല്ല എന്നാ പിന്നെ നാട്ടുകാരെ അങ്ങോട്ട് തെറി പറയാം. അപ്പൊ ആരെല്ലാം കയറി പിടിക്കുമല്ലോ. പിടിച്ചിട്ടുണ്ട് കേട്ടോ രേണു. ബാക്കിയും കൂടി പറ. 1% നീയൊക്കെ കേൾക്കുവോ? അമ്മായിമാരും ഒന്ന് കേട്ട് നോക്കിക്കേ. നീയൊക്കെ നിക്കത്തില്ലല്ലോ, ഓടും കുറ്റിയും പറിച്ചോണ്ട്. രേണുസുതി അങ്ങല്ല. ചുമ്മാ വീട്ടിലിരിക്കുന്നവരെ പിടിച്ച് തെറി പറയാനായിട്ട് ആരെങ്കിലും മുതിരോ? ഇതേപോലെ വന്നിട്ട് വേഷം കെട്ട് കാണിക്കുമ്പോഴാണ് തെറി പറയുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോ അറിയാലോ എനിക്കിത് കേൾക്കുമെന്ന്, ഞാനിത് കേൾക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേണു വരുന്നത്. കാരണം അതിനുള്ള ഇത് രേണുവിനെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതൊക്കെ കേൾക്കും. ഇത് രേണുവിന്റെ ജോബാണ്. രേണു ഇത് ജോലിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇത് കേൾക്കും. സാധാരണക്കാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. അവർ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വന്ന് അവർ കമന്റ് ചീത്ത പറഞ്ഞ് ദേഷ്യം വിട്ടിട്ട് അവർ കമന്റ് ഇടുന്നു. ഈ കമന്റ്, ഇങ്ങനത്തെ കമന്റുകൾ വായിക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമന്റുകൾ കേൾക്കാനായിട്ട് മനസ്സുറപ്പില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ രേണു ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരുന്നു? ഇങ്ങനത്തെ രേണുവിന്റെ വീട്ടിൽ വന്നിട്ടല്ലല്ലോ ആരും വീഡിയോ എടുത്തോണ്ട് പോകുന്നത്. അഥവാ വീട്ടിൽ വരുന്നവർക്ക് രേണു അനുവാദം കൊടുത്തിട്ടാണല്ലോ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കുന്നതും അവർ അപ്ലോഡ് ചെയ്യുന്നതും ബാക്കിയുള്ളവരൊക്കെ ഏറ്റെടുക്കുന്നതും അതിന്റെ താഴെ നെഗറ്റീവ് കമന്റുകൾ വരുന്നതും. ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രേണുവിന്റെ പണി നോക്കിയിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വരുമോ ഇതുപോലെ തെറി പറയാനായിട്ട്? ഇല്ലല്ലോ. ഈ തെറി പറയണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ രേണു ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്. ഇതല്ല, ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ വന്നവരും ഇവരും എല്ലാവരും കുറെ ഫേക്ക് ഐഡി ചെറ്റകളും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് വെച്ചിട്ട് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ എന്തേലും തോന്നിവാസം കാണിച്ചോ? നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ. രേണുവിന്റെ ഒക്കെ വീട്ടിൽ വന്ന് ഇവരാരെങ്കിലും വീഡിയോ എടുത്തോ? രേണു എന്താ ചെയ്യുന്നതെന്ന് ഇവരൊക്കെ വീട്ടിൽ വന്ന് വീഡിയോ എടുത്തിട്ടാണോ ഇവര് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ് ഇടുന്നത്? അല്ലല്ലോ. രേണു തന്നെ വീഡിയോ എടുത്ത് രേണു തന്നെ അപ്ലോഡ് ചെയ്തു. പോട്ടെ, രേണു അല്ല,
രേണുവിന്റെ കുറച്ച് ശിങ്കടികളുണ്ടല്ലോ, അതായത് രേണുവിന്റെ ഹൈപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലോ, അവർ വന്ന് വീഡിയോ എടുക്കുന്നു. ഞാൻ മീഡിയക്കാരാണ് കേട്ടോ ഉദ്ദേശിച്ചത്, മീഡിയ. അപ്പൊ അവരൊക്കെ വരുന്നു, അവരുടെ വീഡിയോസ് ഇവർ അപ്ലോഡ് ചെയ്യുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അത് റിയാക്ട് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് രേണു അത് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റുകൾ വരും. ഈ നെഗറ്റീവ് കമന്റുകൾ വരാൻ വേണ്ടിയിട്ടല്ലേ രേണു ചെയ്യുന്നത്. വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടോ? ഇല്ലല്ലോ. പിന്നെ വീട്ടിലിരിക്കുന്നവരെ കുറ്റം പറഞ്ഞ് ഇവരുടെ ഉമാരുടെ ഒക്കെ വീട്ടിൽ വന്നിട്ടാണോ ഞാൻ വീഡിയോ എടുക്കുന്നത് ചോദിക്കുന്നു. ഇല്ല, അവന്മാരുടെ ഒക്കെ വീട്ടിൽ വന്നിട്ടല്ല എടുക്കുന്നത്. പക്ഷെ രേണുവിന്റെ വീട്ടിലെടുക്കുന്ന കാര്യം എങ്ങനെ നാട്ടിൽ അറിയുന്നു? രേണു അത് അപ്ലോഡ് ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ രേണു അതിനുള്ള അനുവാദം കൊടുത്തിട്ടല്ലേ നാട്ടുകാർ അറിയുന്നത്. എന്നിട്ട് അതിന്റെ അണ്ടറിൽ അവരുടെ പൈസ കൊടുത്തവർ റീചാർജ് ചെയ്ത് അവരൊരു കമന്റ് ഇട്ടതിന് അതിനെ തെറിയും പറഞ്ഞുകൊണ്ട് വരണോ? അതിലും വലിയ തെറി അവര് കമന്റ് ആയിട്ടാണ് കൊടുത്തത്. ഇതിങ്ങോട്ട് പറയണമെന്നാവുകൊണ്ട് രേണുവിന്റെ മക്കള് കാണുന്നില്ലേ? രേണു ഇപ്പൊ ഈ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തുള്ളവർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കണേന്ന്. ഇത് പറയുന്ന ആൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇത് പറയുന്ന ആൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? മൂത്ത മോൻ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ വഴി, എനിക്ക് എന്റെ വഴി. പറഞ്ഞാൽ മനസ്സിലാവണോ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അമ്മക്ക് എന്താ മനസ്സിലാവാത്തത്? കമന്റുകൾ അമ്മയും വായിക്കുന്നതല്ലേ, അമ്മക്ക് എന്താ മനസ്സിലാവാത്തത്? ഇനി അതുകൊണ്ടാണോ കിച്ചുവിന്റെ ആ ഒരു ലൈവ് കഴിഞ്ഞ ശേഷമാണോ അമ്മയും കൂടി ഒരു ലൈവ് വന്നേ? എന്നാ ഞാനും കൂടി ഒരു ലൈവ് പോവാം. എന്നാ അമ്മയും മോനും തമ്മിൽ ലൈവിട്ട് ഇങ്ങനെ ഒരസമാണ് അവർക്ക് പറയാനുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി പറയാൻ പറ്റാതെ ലൈവിലൂടെ പറയുകയാണോ ഞാൻ കമന്റ് വായിക്കുന്നുണ്ടറാ എന്നുള്ളൊരു കിച്ചുവിനുള്ള മറുപടി ആണോ രേണുവിക്ക് കൊടുത്തത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. കിച്ചു കഴിഞ്ഞ ദിവസം വന്നപ്പോ പറഞ്ഞല്ലോ, അമ്മ കമന്റ് വായിക്കുന്നില്ലേ, അമ്മ കൊച്ചു കുട്ടിയെന്നല്ല, അമ്മ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കാണുന്നുണ്ട് മോനെ എന്ന് ഫോൺ വിളിച്ച് പറയാൻ്റെ പകരം കമന്റ് വായിച്ചിട്ട് ലൈവിൽ അങ്ങോട്ട് തെറി. ഞാൻ കാണുന്നുണ്ട് കിച്ചു, നീ കണ്ടോ ലൈവിൽ ഞാൻ പറയുന്നത്? എന്തെങ്കിലും കളിയടാ, ഞാൻ അമ്മായി ആയിക്കോട്ടെ, നീ ആരാ? നീ ഒരു വെറും എന്താ പറയാ, ഒരു പ്രൊഫൈലും ഇല്ലാത്ത ഒരുത്തനല്ലേ. നീ മര്യാദയ്ക്ക് നിന്റെ പ്രൊഫൈലിൽ വാ. ഇല്ല, ഞാൻ ഹായ് ആർക്കും തരാനല്ല കേട്ടോ ഞാൻ വന്നത്. ഈ ഒരു കാര്യം പറയണം, എല്ലാവർക്കും ഹായ്. ഇതൊക്കെ പല തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രേണുവിന് പോസിറ്റീവ് അല്ല വേണ്ടേ. ഇന്നലെ കഷ്ടപ്പെട്ട് ആള് ഹെയർ തലയൊക്കെ ഇങ്ങനെ ബാക്കോട്ട് പോകുന്നുണ്ട്. കാരണം അവരിങ്ങനെ ഹെയർ വെക്കുമ്പോൾ ഇങ്ങനെ ബാക്കോട്ട് കൂടി ഇങ്ങനെ പോകുമല്ലോ തല. ആ സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് ലൈവിൽ വന്നിരിക്കുമ്പോൾ കുറെ എണ്ണങ്ങള് ഹായ് എന്ന്. നിങ്ങൾക്കൊക്കെ ഹായ് തരാനല്ല ഞാൻ വന്നിരിക്കുന്നത് 2 പച്ചത്തെറി പറയാനാണ് നാട്ടുകാർക്ക്. നാളെ എന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്കൊരു കണ്ടന്റ് വേണ്ടേ, അതിനു വേണ്ടി വന്നപ്പോൾ ഒരു ഹായ് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, രേണുവിന്റെ പോസിറ്റീവ് അല്ല വേണ്ടേ, രേണുവിന്റെ നെഗറ്റീവാണ് വേണ്ടത്. നിങ്ങൾ രേണുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഹായ് രേണു എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ രേണു ആരും മെന്റ് ചെയ്യാൻ എല്ലാവർക്കും ഹായ് എന്തായാലും ഹായ് പറഞ്ഞല്ലേ ഇരിക്കട്ടെ, എല്ലാവർക്കും ഒരു ഹായ് കേൾക്കും. എന്നെ അങ്ങ് ആ കൂട്ടിയും പൂക്കുട്ടിയൊക്കെ പച്ചയ്ക്ക് തെറി വിളിക്കുമാര്. ഇവന്മാരതിന് മാന്യന്മാരായിട്ട് ജോലി ചെയ്യുന്നു, കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു, മക്കളെ മരുമക്കളെയൊക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവര് വീട്ടിൽ നിൽക്കുക. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നെ വിളിക്കുന്ന തെറി, ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ വിളിക്കുന്ന തെറി. നിങ്ങൾ കൊച്ചുമക്കള്, വിവരമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ, അവരതുപോലെ മരുമക്കളുണ്ടല്ലോ, അവർ നിങ്ങളുടെ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. ഈ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ. ഞാൻ അവന്റെ ഫോൺ ഇന്നുവരെ മേടിച്ച് നോക്കിയിട്ടില്ല. ആരൊക്കെ അവനോട് സംസാരിക്കുന്നത്, എന്റെ ഫോൺ ഇന്നുവരെ അവൻ എന്റെ ചാറ്റ് നോക്കിയിട്ടില്ല. അത് ഞാനൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്, അവൻ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. അവന്റെ അമ്മയാണെങ്കിൽ പോലും എന്റെ മകനാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്, അല്ലെ? തന്റെ കുടുംബത്ത് എന്തുമാവാം, മറ്റുള്ള കുടുംബത്ത് ഇങ്ങനതേ പാടുള്ളൂ എന്ന് ഉപദേശിക്കുകയാണോ? രേണു തന്നെ പറയുന്നുണ്ട്, പ്രായപൂർത്തിയായതാണ് അവൻ, ഞാനും പ്രായപൂർത്തിയായതാണ്. ഞങ്ങൾ രണ്ടുപേരും 2 പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഫോൺ ഞാനും നോക്കാറില്ല, എന്റെ ഫോൺ അവനും നോക്കാറില്ല. അവൻ അവന്റേതായ ഇഷ്ടം, എനിക്ക് എന്റേതായ ഇഷ്ടം. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ മോനും വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിലും കൊച്ചു കുട്ടിയൊന്നുമല്ല, അമ്മയ്ക്ക് ഈ കമന്റും കാര്യങ്ങളാണെങ്കിലും ഈ ലോകത്ത് ഈ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അമ്മയ്ക്ക് കാണാവുന്നതേ ഉള്ളൂ. അല്ല ഞാൻ കയറിയിട്ട് ഇനി അമ്മേനെ തീർത്തണം, അതാക്കണം, അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അമ്മക്ക് അമ്മയുടെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടം. ഞാൻ അമ്മയുടെ ഫോണൊന്നും നോക്കാറില്ല എന്ന് ഇപ്പോ നാട്ടുകാർ ഉപദേശിക്കാൻ വന്നേക്കാം. തന്റെ കുടുംബത്തിലുള്ളത് ആദ്യം ശരിയാക്ക്. ഇവര് മോന്റെ ഫോണിന് അമ്മയും നോക്കാറില്ല, അമ്മയുടെ ഫോണ് മോനും നോക്കാറില്ല. അമ്മക്കുള്ളത് അമ്മ കാണുന്നില്ലേ, നാട്ടുകാർ മൊത്തം പറയുന്നുണ്ടല്ലോ മോൻ പറയുന്നേ. എന്നിട്ട് ഇപ്പൊ രേണു പറയാൻ കേട്ടോ, മക്കളെ മരുമക്കളെ പേരക്കുട്ടികളെ, നിങ്ങളുടെ അമ്മാവന്മാരുടെ അപ്പൂപ്പന്റെ അമ്മായച്ചന്റെ ഫോണൊക്കെ എടുത്ത് നോക്കുക, എന്തൊക്കെ നെഗറ്റീവ് കമന്റുകളാണ്. അതും ഒരു പ്രായപൂർത്തി കഴിഞ്ഞ് ഷഷ്ടിപൂർത്തി ആയവരൊക്കെ ആയിരിക്കും. അവരുടെ ഫോണൊക്കെ എടുത്ത് നോക്കണെന്തിനാ?
അല്ല തന്റെ കുടുംബത്തിൽ ഇങ്ങനെ ആവുമ്പോ അവർക്ക് ഓരോ കുടുംബത്തിന് ഓരോതായ രീതികളില്ലേ രേണു, അവരുടെ രീതിക്ക് അനുസരിച്ച് അവർ പോകുന്നു. ഇതേപോലെ രേണു എന്തൊക്കെ പറയുന്നു, അത് രേണുവിന്റെ മകന് കെയർ ചെയ്യേണ്ട, രേണുവിന്റെ മകൻ മൈൻഡ് ചെയ്യുന്നില്ല, അത് അവന് ഇഷ്ടം എന്നവൻ മകൻ പറയുന്നു, അത് കുഴപ്പമില്ല. ഇപ്പോ രേണു മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്നു, മറ്റുള്ള മക്കളെ ഉപദേശിക്കാൻ, മരുമക്കളെ ഉപദേശിക്കാൻ നടക്കുന്നു, നിങ്ങളുടെ അമ്മായച്ചന്റെ അമ്മാവന്മാരുടെ ഫോണൊക്കെ എടുത്ത് നോക്കാൻ പറഞ്ഞിട്ട്. അവസരവാദികൾ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാം. മറ്റുള്ള കുടുംബത്തിൽ എന്ത് നടക്കണമെന്ന് രേണു തീരുമാനിക്കും. രേണുവിന്റെ കുടുംബത്തിൽ നടക്കുന്ന പോലെയൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ പാടില്ല. നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് ചെയ്യണമെന്ന് രേണു തീരുമാനിക്കും കേട്ടോ. മനസ്സിലായി? എനിക്കെതിരെ ഇവർക്ക് നാണമില്ലേ എന്നാ പറയുന്നത്. സത്യം, നാണമില്ലേ ഇതിനൊക്കെ പറയാനായിട്ട്? 2 ദിവസം മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, ഇതൊക്കെ കിട്ടും. സത്യം പറഞ്ഞ ഞാനായതുകൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്, ഇതൊക്കെ കേട്ടിട്ട്. മനസ്സിലായോ? സത്യം, രേണു ആയതുകൊണ്ട് നിൽക്കുന്നത്, വേറെ ഒരാളും നിൽക്കില്ല. മനസ്സിലായോ? ഞാനായതുകൊണ്ട്. കാരണം എനിക്ക് ഇവനൊക്കെ പറയുന്ന കേട്ടാൽ എനിക്ക് വെറും രോമമില്ല. ഇതാണ് ഈ രോമം ഇല്ല വേലൊന്നും. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി. അപ്പൊ കുറേ വൃത്തികെട്ട കമന്റ്സ് കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് എന്ന മേഖല ഫേസ്ബുക്ക് ഞാൻ തുറക്കാത്ത. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് തുറന്നാൽ ഞാൻ ചുമ്മാ കമന്റ് നോക്കിയത്. ആണോ മാനോ കെട്ട വൃത്തികെട്ടവരാണോ നിങ്ങളെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ ഫേസ്ബുക്ക് ചീത്തയും നെഗറ്റീവും പറയുന്ന ഈ അമ്മാവന്മാരെന്നാ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമില്ലേ? ഞാനിവിടെ ഹെയർ ചെയ്യുമോ, അതാ ഞാൻ ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം, അവരെ കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം ഉളുപ്പില്ലാത്ത ആൾക്കാരാണോ ഈ ഇതിനകത്ത് കമന്റ് ഇടുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉളുപ്പില്ലാത്ത ആൾക്കാർ. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നത്. ഉളുപ്പില്ലേ രേണു? രേണുവിന് എന്തും ആവാട്ടോ, സോഷ്യൽ മീഡിയയിൽ വന്ന് ഇഷ്ടമുള്ള വീഡിയോ ഇടാം, അത് എന്റെ ഇഷ്ടം, ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അപ്പൊ മകനോട് ചോദിച്ചു, അമ്മേനൊന്നും നിലക്ക് നിർത്താൻ പറ്റില്ലേ? മകൻ പറഞ്ഞ, അമ്മ കാണുന്നില്ലേ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന മകൻ പറയുന്നു. പക്ഷെ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരെ നിങ്ങൾ നല്ലോണം ജീവിക്കണം, ഉളുപ്പ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്, ഉളുപ്പൊക്കെ നോക്കി നേരാൻ വണ്ണം ജീവിക്കണം, ഞാൻ ഇഷ്ടമുള്ളത് ജീവിക്കും എന്ന് കരുതി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കാനുള്ള അവകാശമില്ല. എനിക്കും എന്റെ കിച്ചുമോനും മാത്രമേ അതുള്ളൂ. ഞങ്ങൾ ഫോൺ പരസ്പരം ചെക്ക് ചെയ്യില്ല, ഞങ്ങൾ പരസ്പരം ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കതില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം, നിങ്ങളുടെ കുടുംബത്തിലുള്ള അമ്മാവന്മാരുടെയും അമ്മായച്ചന്മാരുടെയും ഫോണൊക്കെ മരുമക്കളും പേരക്കുട്ടികളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ലോണം നോക്കണം കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ 2 ദിവസം മുമ്പ് രേണു ലൈവിൽ വന്നപ്പോ എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു. ഇപ്പൊ എന്താ? ഉളുപ്പില്ലേ രേണു? ഉളുപ്പ് ഒന്ന് കണ്ണാടിയില് ഇപ്പൊ എന്താ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടല്ലേ ചോദിക്കുന്നത്, ചിലപ്പോൾ അതായിരിക്കും. ഉളുപ്പില്ലെന്ന് സ്വയം ചോദിച്ചതായിരിക്കും. ഓരോ ദിവസവും ഓരോരോ നിലപാടുകളുമായിട്ട് രേണുവിന്റെ പുതിയ നിലപാട് നമ്മളെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് രേണുവിന്റെ പുതിയ നിലപാട്. എന്റെ വീട്ടിൽ ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിക്കും, എന്റെ പേജിൽ ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിക്കും എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ പേജിലൂടെ നിങ്ങൾ ഒരു തോന്നിവാസ കമന്റ് പോലും ഇനി ഇട്ടു പോകരുത്. എന്താ നോക്കണേ അല്ലേ? എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും